തിരുവനന്തപുരം പെരുമാതുറയിൽ ജനവാസ മേഖലയിൽ മാലിന്യം തള്ളാനെത്തിയ വാഹനം നാട്ടുകാർ പിടികൂടി. പോലീസ് എത്തിയെങ്കിലും വാഹനം വിട്ടു നൽകാൻ തീരുമാനിച്ചതോടെ നാട്ടുകാർ പ്രതിഷേധിച്ചു. വാഹനം കസ്റ്റഡിയിലെടുക്കാമെന്ന ഉറപ്പിന്മേലാണ് നാട്ടുകാർ പിരിഞ്ഞത്. പെരുമാതുറ മുതലപ്പുഴയ്ക്കടുത്ത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. രാത്രി 10 മണിയോടെ ദുർഗന്ധം വമിക്കുന്ന നിലയിൽ മാലിന്യം തള്ളാനെത്തിയ വാഹനം നാട്ടുകാർ പിടികൂടി കഠിനംകുളം പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. കഠിനംകുളം വെട്ടുതുറയിൽ പ്രവർത്തിക്കുന്ന മത്സ്യവില്പന നടത്തുന്ന ഓഷൻ ഡയറക്റ്റ് എന്ന സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യമാണ് സംസ്കരണത്തിനായി അവരുടെ തന്നെ പെരുമാതുറയിലെ വസ്തുവിലെത്തിച്ചത്. പോലീസ് എത്തിയെങ്കിലും വാഹനം വിട്ടു നൽകാനുള്ള ശ്രമം നടന്നതോടെയാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. എല്ലാവരും ഉറങ്ങിക്കഴിയുന്ന സമയത്ത് ഒരു വിഭാഗം ആരാണെന്ന് നമുക്കറിയില്ലായിരുന്നു. ഇവിടുത്തെ പൊതുപ്രവർത്തകരൊക്കെ ഒരുപാട് അലർട്ടായിരുന്നിട്ടും ഈ ടീമിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഫുഡ് വേസ്റ്റ് ഉണ്ടാവും, അറവ് മാലിന്യം ഉണ്ടാകും, അതുപോലെ തന്നെ മത്സ്യസമ്പത്തിൻ്റെയൊക്കെ വേസ്റ്റ് കൊണ്ടുവന്ന് ഇവിടെ ഡംപ് ചെയ്ത് പോകുന്ന പതിവ് സ്ഥിരം ഉണ്ടായിരുന്നു. അത് കാരണം ഈ പരിസരത്ത് ഇടതിങ്ങി പാർക്കുന്ന ഇതൊരു തീരദേശ മേഖലയും കൂടിയാണ്. ഇടതിങ്ങി പാർക്കുന്ന ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമായിരുന്നു. തർക്കമുണ്ടായതിനെ തുടർന്ന് മാലിന്യം കയറ്റിയ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഈ ഫാക്ടറി പ്രവർത്തിക്കുന്നത് വെട്ടുതുറയും പുത്തൻതോപ്പിലും ഒക്കെ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ വേസ്റ്റ് മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കുഴി കുത്തി യാതൊരു രീതിയിലുള്ള നിർദ്ദേശങ്ങളും പാലിക്കാതെ കൊണ്ടുവന്ന് തട്ടി തെരുവ് വെട്ടികളും ബാക്കിയെല്ലാം വലിച്ചഴിച്ച് കൊണ്ടുവന്നിട്ട് പൊതുജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് നേരത്തെ അവിടെ കടലിലൊഴുക്കിയിട്ടിരുന്നതാണ്. അവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി അവരാ പൈപ്പൊക്കെ മുറിച്ച് കളഞ്ഞ് കഠിനംകുളം പഞ്ചായത്ത് ഈ മാലിന്യം കടലിലോട്ട് ഒഴുകുന്നത് റദ്ദാക്കി. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഉടനെ ഇവിടെ സ്ഥലം മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് തട്ടുകയാണ്. ഇത് ജനങ്ങളെ സ്വൈര ജീവിതത്തിന് ഭയങ്കരമായി ദോഷം ചെയ്യുന്ന അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോയിട്ടിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ വാഹനങ്ങളിൽ എത്തിക്കുന്ന മാലിന്യം കഠിനംകുളം കായലിൽ ചേർന്നുള്ള വസ്തുവിലാണ് തള്ളുന്നത്. മാലിന്യം തള്ളുന്നത് പതിവായതോടെ പ്രദേശത്ത് ശക്തമായ ദുർഗന്ധവും തെരുവുനായ ശല്യവും രൂക്ഷമാണെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. തലസ്ഥാന വാർത്തകൾ, പെരുമാതുറ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് റീബിനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയ സമ്മാനങ്ങളും. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.